ഇടുക്കിയിൽ ടാറിംഗ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ റോഡ് പൊളിഞ്ഞ സംഭവം വീണ്ടും വിവാദത്തിൽ. കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണത്തിലാണ് വിവാദം തുടരുന്നത്. മുണ്ടിയരുമയിൽ കൂടുതൽ ഭാഗങ്ങളിൽ റോഡ് വിണ്ടുകീറി പൊളിഞ്ഞു തുടങ്ങി. റോഡ് പൊളിച്ചെന്നാരോപിച്ച് നാട്ടുകാർക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണത്തിന് അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ വീണ്ടും രംഗത്തെത്തിയത്. കമ്പംമെട്ട് രാമക്കൽമേട് മുതൽ എഴുകുംവയൽ വരെയുള്ള ആദ്യഘട്ട റീച്ച് നിർമ്മാണത്തിലാണ് വിവാദം തുടരുന്നത്. മുണ്ടിയരുമയിൽ ടാറിംഗ് നടത്തിയുടനെ ടാറിംഗ് പൊളിഞ്ഞതോടെ മുൻപും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ടാർ ഉറയ്ക്കാൻ 72 മണിക്കൂർ സമയം വേണമെന്നായിരുന്നു കരാർ കമ്പനിയുടെ വിശദീകരണം. ഉറയ്ക്കുന്നതിന് മുൻപ് റോഡ് പൊളിച്ചെന്നാരോപിച്ച് നാട്ടുകാരായ 12 പേർക്കെതിരെ കേസെടുത്തിരുന്നു. 8 ലക്ഷത്തോളം രൂപയാണ് പിഴയായി അടയ്ക്കേണ്ടത്. എന്നാൽ മുൻപ് റോഡ് പൊളിഞ്ഞതിന് സമീപത്ത് കൂടുതൽ ഭാഗങ്ങളിൽ ടാറിംഗ് ഇളകി തുടങ്ങി. സമീപം നിരവധി ഭാഗങ്ങളിൽ റോഡ് വിണ്ടുകീറിയ അവസ്ഥയിലാണ്. ഭാരവാഹനങ്ങൾ തുടർച്ചയായി കടന്നുപോകുന്ന റോഡ് കൂടിയാണിത്. മുണ്ടിയരുമയിൽ ആദ്യമായി ടാറിംഗ് ചെയ്തതിന്റെ ഏതാണ്ട് 24 മണിക്കൂറിന് ശേഷം ആ റോഡ് പൊളിഞ്ഞതിന്റെ ഭാഗമായി അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ അത് ചൂണ്ടിക്കാണിക്കുകയും അത് റോഡ് നശിപ്പിച്ചതായി കാണിച്ചുകൊണ്ട് കോൺട്രാക്ടറും ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടിക്കൊണ്ട് അവരുടെ മേലിൽ കേസ് കൊടുക്കുകയും ആ കേസിന് 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ കേസ് കൊടുത്തേക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് പണിയുന്ന പണി അതിന്റെ എല്ലാ അലൈൻമെന്റും മാറ്റിക്കൊണ്ടാണ് കോൺട്രാക്ടറിന്റെ ധിക്കാരത്തിൽ ആരെയും മൈൻഡ് ചെയ്യാതെ രാഷ്ട്രീയ പിടിപാടുമൊക്കെ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള പിടിപാടുമൊക്കെ വെച്ചുകൊണ്ട് സാധാരണക്കാർ പറയുന്ന മുഴുവൻ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റിംഗിലും തൂക്കുപാലം ടൗൺ റോഡ് ഉയർത്തിയത് സംബന്ധിച്ചും ആക്ഷേപമുണ്ട്. മഴക്കാലത്ത് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നത് പതിവായെന്നും വ്യാപാരികൾ പറയുന്നു. കിലോമീറ്ററിന് 2,75 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാതയാണ് നിർമ്മാണ കാലയളവിൽ തന്നെ പൊളിഞ്ഞു തുടങ്ങിയത്. കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണം 77 കോടി രൂപ മുതൽ മുടക്കിലാണ് നടത്തുന്നത്. ടാറിംഗ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.